നിർണായക തെരഞ്ഞെടുപ്പിൽ ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF നേതാക്കളും ഭരണമാറ്റമെന്ന് പ്രതിപക്ഷ നേതാക്കളും അവകാശപ്പെട്ടു. പിണറായി RC അമല ബേസിക് UP സ്കൂളിലെ 194 നമ്പർ ബൂത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വോട്ട്. രാവിലെ 8 മണിയോടെ കുടുംബത്തോടൊപ്പം എത്തി മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തി. വോട്ടിന് പിന്നാലെ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രഖ്യാപനവും. ഒരു സംശയവുമില്ല, 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കുടുംബവും പുലർച്ചെ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബൂത്തിലെത്തി. പറവൂർ കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ കോളേജിലെ 135 ബൂത്തിലായിരുന്നു വോട്ട്. UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസം. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ജവഹർ നഗറിലെ 114 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, KK ശൈലജ എന്നിവരും വിവിധ ബൂത്തുകളിലെത്തി രാവിലെ തന്നെ പോളിംഗിന്റെ ഭാഗമായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിലെ 110 ബൂത്തിലെത്തി വോട്ട് ചെയ്തു. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ അമ്പലപ്പുഴ തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കടത്തുംകടവ് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് സ്കൂളിലും, AK ആന്റണി ജഗതി ഹൈസ്കൂളിലും, രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ണാറശാല UP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സാദിഖലി തങ്ങൾ പാണക്കാട് CKMMA LP സ്കൂളിലെ ബൂത്തിൽ ആദ്യ വോട്ടറായി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയും ഇതേ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ടീം റിപ്പോർട്ടർ.